ഹലോ ഫ്രാൻസ്, H4A മ്യൂസിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹജീബ് ഖാൻ. ഇന്ന് വന്നേക്കുന്നത് ഒരു ക്യാമറ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആക്ഷൻ ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാം, അതേപോലെ സെൽഫി ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാം, ഒരു സാധാ മൂവി ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാം. വിത്ത് ജിംബലാണ് വരുന്നത്. നമുക്ക് ഒരു ഹാൻഡി ടൈപ്പ് ആണ്, കയ്യിൽ ഒതുങ്ങുന്ന ഒരു സംഭവമാണ്. DJI എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഓസ്മോ പോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ക്യാമറയാണ്. ക്യാമറയും അതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഇതിലാണ് വരുന്നത്, ചെറിയൊരു കവറ്. ഇത് ഞാൻ മേടിച്ചിട്ടൊരു ചുരുങ്ങിയത് 2-3 വർഷത്തിന് മേലായിട്ടുണ്ട്. അന്ന് ഈ സാധനത്തിന് 20,000 താഴെ വന്നിട്ടുള്ളൂ. ഇപ്പോ അതിനുശേഷം ഇവർ ഇതിന്റെ പുതിയ വെർഷൻസ് ഇറക്കി. ഓസ്മോ പോക്കറ്റ് 2 എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിരുന്നു. അതിനുശേഷം ഇപ്പൊ ഇത് ലേറ്റസ്റ്റ് ഓസ്മോ പോക്കറ്റ് 3 എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ടുണ്ട്. അതിനൊക്കെ അതിൻ്റെതായ ഫീച്ചേഴ്സ് കൂടിയിട്ടുണ്ട്. പോക്കറ്റ് 3 എന്ന് പറയുന്ന മോഡലിന് നമുക്ക് ഡിസ്പ്ലേ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അതുപോലെ പിന്നെ സൂമിങ് ഉണ്ട്, അങ്ങനെ പുതിയ പുതിയ കുറെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ മെഗാ പിക്സൽ കൂടിയിട്ടുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ക്യാമറനെ കുറിച്ചിട്ട് ഒന്ന് നോക്കാം. അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെ നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ട, വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, DJI ഓസ്മോ പോക്കറ്റ്. കണ്ടില്ല, ആകെ കൂടി ഇത്ര ഉള്ളൂ പാക്കറ്റ്. അപ്പൊ എന്നാ നമുക്കിത് തുറന്നു നോക്കാം. ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതേ ഇവിടെ ഉണ്ട്. DJI ഓസ്മോ പോക്കറ്റ് കണ്ടില്ലേ, ഇതിന്റെ വില എഴുതിയിട്ടുള്ള 29,990 രൂപ എന്നാണ്. പക്ഷെ 20,000 ആ റേഞ്ചിലേ വരുന്നുള്ളൂ. അതിപ്പോ എത്രയെന്ന് അറിയില്ല, അത് കുറച്ച് മുമ്പ് മേടിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ പുതിയ വെർഷനൊക്കെ ഇറങ്ങിയപ്പോ ഇതിനൊക്കെ വില കുറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് സംഭവം നോക്കാം. തുറന്നു കഴിഞ്ഞാല് ഇതിൽ ആദ്യം കവറുണ്ട്. അതില് അതായത് ക്യാമറ ഒക്കെ നമുക്ക് കൊളുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കേബിള്, ഇങ്ങനെ കൈമ്മ കൊളുത്തിടാം, അപ്പൊ പിന്നെ വീഴില്ല. ഇത് ക്യാമറമ്മ കൊളുത്തും ചെയ്യും. പിന്നെ ഇതിലുള്ളത് 2 കണക്ടറാണ്. 2 കണക്ടർ, ഒന്ന് ഐഫോൺ കണക്ടറും ഒന്ന് പിന്നെ C ടൈപ്പും ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെങ്ങനെ ഉണ്ടാവുക, ഈ ഭാഗം ക്യാമറയിലാണ് കണക്ട് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ ഐഫോണിന്റെ പിന്നെ അതേപോലെ തന്നെ സെയിം തന്നെ ഒരു C ടൈപ്പും ഉണ്ട്. അങ്ങനെ 2 കണക്ടർ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ അതിൽ കേബിൾ ഉണ്ട്. ഈ കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ കേബിൾ ആണ്, അതേപോലെ തന്നെ ചാർജിങ് കേബിളും ആണ്. ഒരു സൈഡിൽ USB, മറ്റേ സൈഡിൽ C ടൈപ്പ്, അങ്ങനെയാണ് വരുന്നത്. ഇത് നമുക്ക് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ്ങും നടക്കും, ഒപ്പം ഡാറ്റ ട്രാൻസ്ഫറിങ്ങും നടക്കും. അതേപോലെ നമ്മളെ മൊബൈലിന്റെ ചാർജറിൽ അഡാപ്റ്ററിൽ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ്ങിനും യൂസ് ചെയ്യാം. ഇനി ഇതിൽ വരുന്നത് കുറച്ച് മാനുവൽസ് ഉണ്ട്. പല ലാംഗ്വേജിലായിട്ട് മാനുവൽസ് ഉണ്ട്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിലുണ്ട്. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. കണ്ടില്ലേ, കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ആകത്തുള്ളൂ. ഇതവിടെ DJI എന്ന് എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. ഈ പാനല് അല്ലെങ്കിൽ ഈ കവറ് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ഇത് ശരിക്കും നല്ലൊരു പ്രൊട്ടക്ഷൻ ആണ്. അതായത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുറക്കാം, അതേപോലെ അടയ്ക്കാം, ഇത്രേ ഉള്ളൂ. തുറന്നാൽ ഇതിലുണ്ട് ക്യാമറ. ഇതാണ് നമ്മുടെ ക്യാമറ. ഓക്കെ, കണ്ടില്ലേ, ജിംബലുണ്ട് ഇവിടെ. ഇത് ഡിസ്പ്ലേ, ചെറിയൊരു ഡിസ്പ്ലേ ആണ്. പിന്നെ 2 ബട്ടണാണ് തരുന്നത്. ഒന്ന് റെക്കോർഡിങ് അല്ലെങ്കിൽ സ്നാപ്പ് എടുക്കാനുള്ള, ഫോട്ടോ എടുക്കാനുള്ള ബട്ടണാണിത്. ഇതിലാണ് പിന്നെ പവർ ഓൺ ഓഫ്, അതുപോലെ സെറ്റിങ്സ് കാര്യങ്ങൾ എല്ലാം, മെനു കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് വരുന്നുണ്ട്, ചാർജിങ്ങിന്റെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സിസ്റ്റം കണക്ട് ചെയ്താൽ ചാർജിങ് ഒക്കെ കാണിക്കുന്നതാണ്. പവർ ഓൺ ആയി കഴിഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങൾ. ഈ കാണുന്നത് ഒരു മൈക്കാണ്.
അത് ഫ്രണ്ടിലേക്കുള്ള ഒരു മൈക്ക് ഒരെണ്ണം കൂടി വരുന്നുണ്ട്, അടിയിൽ ഒരു മൈക്കും കൂടി വരുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് നമ്മുടെ പോർട്ടാണ്, ചാർജിങ് പോർട്ട് അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫറിങ്ങിനുള്ള പോർട്ട്. ഇതാണ് കണക്റ്റിംഗ് പോർട്ട് വരുന്നത്, സി ടൈപ്പ്. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു ഡാറ്റ കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഉണ്ട്. നമ്മൾ മെമ്മറി കാർഡ് ഇടൂലേ, മെമ്മറി കാർഡിനുള്ള സ്ലോട്ട്. ഓക്കെ, ഇത്രയാണ് ഇതിൽ വരുന്നത്. ബാക്കിൽ DJ എന്നൊക്കെ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകതരം ഒരു മെഷ് ടൈപ്പ് മെറ്റീരിയലാണ് ബാക്കിലുള്ളത്. പിന്നെ ഇതാ നമുക്ക് ഇവിടെ ഒരു DJ എന്ന് എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഓൺ ആക്കി നോക്കാം. ജസ്റ്റ് ഓണായി വരുമ്പോൾ DJ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇതാണ് ക്യാമറയുടെ ഈ ഡിസ്പ്ലേ ഇന്റർഫേസ് വരുന്നത്. ഇതാണ്. ഇതിപ്പോൾ ഇനി റിവേഴ്സ് അടിക്കണമെന്നുണ്ടെങ്കിൽ 3 വട്ടം അമർത്തി കഴിഞ്ഞാൽ ഇതാ റിവേഴ്സ് വരുന്നതാണ്. തിരിച്ച് 3 വട്ടം അമർത്തി കഴിഞ്ഞാൽ പിന്നെ ക്യാമറ ബാക്ക്വേർഡ് പോകുന്നതാണ്. അതായത് നമുക്ക് ഈ ക്യാമറ കൊണ്ട് തന്നെ സെൽഫി ആയിട്ട് യൂസ് ചെയ്യാം, മെയിൻ ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ജിംബൽ ഉള്ളത് കൊണ്ട് അത്യാവശ്യം സ്റ്റെബിലിറ്റി ഉണ്ട്. നമുക്ക് കാണാം ഇത് ഇങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്താലും മൂപ്പര് നേരെ തന്നെ നിൽക്കത്തുള്ളൂ. കയ്യിൽ ഒതുങ്ങുന്ന ഒരു സെറ്റാണ്. നമുക്ക് അത്യാവശ്യം വ്ളോഗിങ് കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയാണ്. ഇതാണ് റെക്കോർഡ് ബട്ടൺ വരുന്നത്. നമുക്ക് സ്നാപ്പാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു വട്ടം അമർത്തി കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ സാധാ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനായി. ഒരു വട്ടം കൂടി അമർത്തി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ളതായി. പിന്നെ നമുക്കിത് ഇവിടെ വീഡിയോ എടുത്തിട്ടുള്ളതൊക്കെ കൂടെ കാണാൻ പറ്റും. ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇതിൽ കുറേ വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ സെറ്റിങ്സ് കാര്യങ്ങൾ ഇതാ ഇവിടെ കുറേ സെറ്റിങ്സുകളുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇങ്ങോട്ട് പോയാലും കുറേ സെറ്റിങ്സുകളുണ്ട്. ഒരുപാട് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. നമുക്ക് എന്താ പറയുക, വൈറ്റ് ബാലൻസ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കും മാനുവലും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ സാധാ ഒരു ക്യാമറ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. 4K സപ്പോർട്ടും കൂടി ഉള്ളതാണ്. നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോസ് എടുക്കാൻ പറ്റും. നമുക്ക് സിസ്റ്റത്തിൽ എഡിറ്റ് ചെയ്യാനായാലും മൊബൈലിൽ എഡിറ്റ് ചെയ്യാനൊക്കെ നല്ല അടിപൊളി വീഡിയോസ് കിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞ കണക്ടറുകൾ ഇവിടെയാണ് കണക്ട് ചെയ്യുക. ആ കണക്ടർ ഇവിടെ കുത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ പിന്ന് നമ്മൾ മൊബൈലിൽ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. ആ മൊബൈൽ ഇവിടെ തന്നെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ആയി നിൽക്കും. നമുക്ക് വലിയ ഡിസ്പ്ലേയിൽ ഈ ഡിസ്പ്ലേ ഓഫായിട്ട് മൊബൈലിൻ്റെ ഡിസ്പ്ലേയിൽ കാണിക്കും. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ ക്യാമറ മൊബൈലായിട്ട് കണക്ട് ചെയ്യണതൊന്ന് നോക്കാം. അതിന് ആദ്യമായിട്ട് വേണ്ടത് ക്യാമറ ഒന്ന് ഓൺ ആക്കുക. ഓക്കെ, ഇതിപ്പോൾ ഓണായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സൈഡിലത്തെ ഈ കവർ ഊരണം. കവർ ഊരിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ഈ കണക്ടർ എടുക്കുക. ഞാൻ ഇപ്പോൾ ഐഫോണിൻ്റെ കണക്ടറാണ് എടുത്തിട്ടുള്ളത്. ഇതാ ഈ കണക്ടർ ജസ്റ്റ് ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, അറ്റാച്ച് ചെയ്യുമ്പോൾ ടിക്ക് എന്നൊരു സൗണ്ട് വരും. അപ്പോൾ അറ്റാച്ച് ആയി നടത്താം. പിന്നെ എന്നിട്ട് നമ്മൾ ഫോൺ എടുക്കുക. ഞാനിത് എൻ്റെ ഒരു ഐഫോണുണ്ട്. ഐഫോണ് ജസ്റ്റ് ഐഫോണിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം. നമ്മൾ ഇത്ര ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഓണായി വരുന്നുണ്ട്. ഇതാ അപ്പോൾ ക്യാമറ അതിലേക്ക് കണക്ട് ആയത് നമുക്ക് കാണാം. ഇവിടെ ഓഫായി, ഇവിടെ ഓണായി. നമുക്ക് ഇതിൽ തന്നെ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റും. കണ്ടില്ല, നമുക്ക് എല്ലാം ഇതിൽ തന്നെ യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ചെറിയൊരു മങ്ങിയിട്ടൊരു കീ ഉണ്ട്. അതിങ്ങനെ നമുക്ക് നീക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് ക്യാമറ നീക്കാം. ക്യാമറ തിരിയുന്ന നമുക്ക് കാണാം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. മേലക്കോ അടിക്കോ ഒക്കെ ആക്കാം. കണ്ടില്ലേ? പിന്നെ നമ്മൾ ക്യാമറയുടെ പോലത്തെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഫോട്ടോ എടുക്കാനുള്ളത്, പനോരമ ഉണ്ട്, ഫോട്ടോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ തന്നെ നമുക്ക് അത്യാവശ്യം ചെറുവക എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കും. നമുക്ക് ഇതിൽ തന്നെ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിലേക്ക് തന്നെ ഇത് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്.
നമുക്ക് എന്തായാലും ഇതിൽ വീഡിയോ എടുത്ത് നോക്കാം. ഓക്കെ, നമുക്ക് ക്യാമറയിൽ വീഡിയോ എടുത്തിട്ട് അത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. എൻ്റെ മൊബൈൽ ഇതിൻ്റെ കൂടെ നമുക്ക് പിടിച്ച് നടക്കാനൊക്കെ സുഖമാണ്, വലിയ ഡിസ്പ്ലേ ആയിട്ട് കാണുകയും ചെയ്യും. ഓക്കെ, നമുക്കിനി വീഡിയോ എടുത്ത് നോക്കാം. പലപ്പോഴായി പലയിടത്തും പോയിട്ടുള്ള വീഡിയോസാണ്. ഇത് ബീച്ചിലാണ്, ഇത് സ്നേഹതീരം ബീച്ചാണ് ഈ കാണുന്നത്. നമ്മുടെ ഈ ക്യാമറ എന്ന് പറയുന്നത് 12 മെഗാ പിക്സലാണ് വരുന്നത്. ഇത് നമ്മൾ മൂന്നാറിൽ പോയ സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിന് 4K അൾട്രാ HD വരുന്നുണ്ട്. നമ്മളത് പലപ്പോഴും കുറച്ച് വെച്ചിട്ടാണ് എടുക്കുന്നത്, ലോഡ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് പൊന്നാനി ബീച്ചാണ്. ഇത് നമ്മളെ കൊച്ചിയിൽ മറൈൻ ഡ്രൈവ്. ഇത് പിന്നെ നമ്മളെ വീട്ടിൽ പൂന്തോട്ടത്തിൽ. അപ്പോൾ ഇതാണ് നമ്മളെ ക്യാമറ, DJI Osmo Pocket. നല്ല ക്യാമറയാണ്, അത്യാവശ്യം നമുക്ക് വ്ളോഗ് ചെയ്യാൻ യൂട്യൂബേഴ്സിനൊക്കെ അടിപൊളിയാണിത്. എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇത് സിമ്പിളാണ്, നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന സാധനമാണ്. നമുക്ക് എല്ലാ സംഭവങ്ങളും ഇതിൽ പകർത്താം. അത്യാവശ്യം മെമ്മറി കാർഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റോറേജ് കിട്ടും നമുക്ക്. പിന്നെ 4K സപ്പോർട്ടാണ്, പിന്നെ ടച്ച് സ്ക്രീൻ ഉണ്ട് ഇതിന്. എല്ലാം കൊണ്ടും നല്ല സൗകര്യമുള്ളൊരു സംഭവമാണ്. മൊബൈലിൽ കണക്ട് ചെയ്യണം, കണക്ട് ചെയ്യാം, കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാം, അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. പിന്നെ ഒരു ക്യാമറയുടെ എല്ലാ സെറ്റിങ്സുകളും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഓരോ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. മൊബൈലിലൂടെയും സെറ്റിങ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇതിലും നമുക്ക് സെറ്റിങ്സ് എല്ലാതും ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഇനിയിപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുവെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ എന്തായാലും ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. തൽക്കാലം സൈനിങ് ഓഫ്. ഗുഡ് ബൈ.